എടോ എന്ത് സങ്കടം വന്നാലും എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി എന്തു പറയണം? നാളെ ജോലിക്ക് പോയപ്പോൾ നിന്റെ മുതലാളി പറയാ ഇന്നത്തോടെ പൊക്കോളാൻ, അൽഹംദുലില്ലാ ഭായ്. ഉണ്ടായിരുന്ന ജോലി പോയി അൽഹംദുലില്ലാ, പരീക്ഷയ്ക്ക് തോറ്റു അൽഹംദുലില്ലാ, കല്യാണം മുടങ്ങി അൽഹംദുലില്ലാ, ഉണ്ടായിരുന്ന കച്ചവടം നഷ്ടപ്പെട്ടു പോയി, ബിസിനസ്സിൽ ലാഭം പോയി, എന്ത് വന്നാലും അൽഹംദുലില്ലാ. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഇത്തിരി ഓളം ഉണ്ടെന്നില്ലേ? എടാ, ആരെങ്കിലും ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയാൽ അൽഹംദുലില്ലാ പറയോ? പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് നോക്കി തോറ്റുപോയി അൽഹംദുലില്ലാ പറയോ? ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചു, അൽഹംദുലില്ലാ ക്യാൻസർ വന്നു, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഉണ്ടെന്ന്, അൽഹംദുലില്ലാ പറയോ? പറയാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ പറയണമെങ്കിൽ ഒരേ ഒരു ഹദീസ് ഓർത്താൽ മതി. ഒരേ ഒരു ഹദീസ് ഓർത്താൽ എന്ത് സങ്കടം വന്നാലും നമ്മൾ അൽഹംദുലില്ലാ പറയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? എന്ത് സങ്കടം വന്നാലും പോട്ടെ, ചങ്ങായി വിട്ടേക്കും, പോട്ടെ അൽഹംദുലില്ലാ. അത് പറയണമെങ്കിൽ ഒറ്റ ഹദീസ് ഓർത്താൽ മതി. അള്ളാഹു ഹദീസ് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ പറയോ അൽഹംദുലില്ലാ പറയോ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഒരു കയറ്റത്തിന്റെ പുറകിൽ ഒരിറക്കമുണ്ട്, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഇല്ല യളമൽ ജസാ മഅ യളമൽ ബലാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അപ്പൊ നിനക്ക് അല്ലാഹു ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത്? ഈ സങ്കടം. എന്തിനാ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.